വിജയിച്ച സിനിമകളുടെ അതേ ടീം വീണ്ടും സിനിമ ചെയ്യുന്നു. ഇത്തരമൊരു പാറ്റേൺ കാണുന്നുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ സക്സസ് ഉള്ള ആളുകളോട് ചേർന്ന് നിൽക്കാൻ ആളുകൾ ആഗ്രഹിക്കും. കാരണം അത് സേഫാണ്. ഒരു സക്സസ്ഫുൾ സിനിമ ചെയ്ത ഒരു ടീം വീണ്ടും അതേ ടീമിനെ വെച്ചിട്ട് തന്നെ സിനിമ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ അവർ വിചാരിക്കുന്നത് കഴിഞ്ഞ സിനിമ വിജയിച്ചത് ഈ ആൾക്കാർ മൊത്തം നിന്നപ്പോൾ വിജയിച്ചു, അപ്പോൾ അടുത്ത സിനിമയും വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പരസ്പരം നന്നായി അറിയുന്ന ആൾക്കാരാകുമ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല. പഴയ കാലത്ത് ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്ന സമയത്ത് ആ സിനിമ ഓടി, ഇവരൊക്കെ വർക്ക് ചെയ്ത സിനിമ ഓടി, അപ്പോൾ ഇവരുടെയൊക്കെ സമയം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അവരെ വിളിക്കുക എന്നുള്ളൊരു പരിപാടിയും ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടും വിപിൻ മോഹൻ ചേട്ടനും 30 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 30 സിനിമകളിൽ സത്യേട്ടൻ്റെ ക്യാമറാമാൻ വിപിൻ ചേട്ടനായിരുന്നു, എഡിറ്റർ രാജഗോപാൽ സാറായിരുന്നു. സത്യേട്ടൻ്റെ ഒരുവിധം എല്ലാ സിനിമയിലും MK മോഹൻ എന്ന് പറഞ്ഞ മോമി ചേട്ടനാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, പാണ്ഡ്യണ്ണനാണ് മേക്കപ്പ്. 30-ലധികം സിനിമകൾ സത്യേട്ടൻ്റെ ജോൺസേട്ടനായിരുന്നു മ്യൂസിക്. അപ്പം അങ്ങനെ ടീമുകൾ പണ്ടും ഉണ്ടായിരുന്നു.